ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് എത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് PC ജോർജിന്റെ ദീർഘനാളായി കേരള രാഷ്ട്രീയത്തിൽ ഉള്ള ജനപക്ഷം പാർട്ടി അത് BJPയിൽ ലയിക്കുന്നു. അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെ നടത്തുന്നു എന്നുള്ളതാണ്. എന്നോടൊപ്പം ശ്രീ PC ജോർജ് ഉണ്ട്. സർ, തങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിലെ വളരെ നിർണായകമായ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. തീർച്ചയായിട്ടും. കാരണം എത്രയോ വർഷമായി ഒറ്റയ്ക്ക് കേരള ജനപക്ഷം സെക്കുലറിഞ്ഞ് നടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു സുരക്ഷിത ബോധം ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയിൽ അംഗത്വം എടുത്തു. ഞങ്ങൾ 3 പേരെ അംഗത്വം എടുത്തിട്ടുള്ളൂ. ഇന്ന് ബാക്കിയുള്ള കേരളത്തിലെ ജനപക്ഷ പാർട്ടിയുടെ പ്രവർത്തകർ മുഴുവൻ ഇന്ന് മുതൽ BJP പ്രവർത്തകരായി മാറും. ഇത് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചല്ല, നേരത്തെ തന്നെ തീരുമാനിച്ച് കേന്ദ്രവുമായിട്ട് സംസാരിച്ച് ഡൽഹി പോയി തീരുമാനമെടുത്ത് നടപ്പാക്കിയതാണ്. എന്നോടൊപ്പം കേരള ജനപക്ഷത്തിൻ്റെ വർക്കിംഗ് ചെയർമാൻ നമ്മുടെ EK ഹസൻകുട്ടി എന്നോടൊപ്പം ഇപ്പോൾ ഉണ്ട്. ഇന്ന് പ്രവർത്തകരെല്ലാം വരുന്നുണ്ട്. പ്രവർത്തകർ 112 സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ എല്ലാം വരും. ഇത് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ BJPയിൽ ചേരാൻ തീരുമാനിച്ചത് വെറുതെ ഏതെങ്കിലും ഒരു സ്ഥാനമോ മാനമോ ഒന്നും നോക്കിയല്ല. അത് അവിടുന്ന് ഡൽഹി ചെന്ന് വെച്ചാൽ എനി ഡിമാൻഡ് എന്നോട് ചോദിച്ചാൽ നോ ഡിമാൻഡ് എന്ന് ആദ്യം പറഞ്ഞത്. കാരണം ലോകത്തിൻ്റെ നെറുകയിലേക്ക് മഹത്തായ ഭാരതത്തെ നയിച്ചുകൊണ്ട് പോകുന്ന വലിയൊരു നേതാവാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാനുള്ള ബാധ്യത ഓരോ ഭാരതീയനും ഉണ്ടെന്ന് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ കേരളം പോലൊരു സംസ്ഥാനം 4,50,000 കോടി രൂപ കടത്തി കിടക്കുമ്പോൾ നമ്മൾ പട്ടിണിയാകാൻ പോവുക. നരേന്ദ്രമോദി ചീത്തം പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുക, CPM കോൺഗ്രസും. എന്ത് ഫലം? ഇവിടുന്ന് MP പോവുക, ഒരിടത്തിന് മിണ്ടാൻ പോലും അവിടെ അവസരമില്ല. എന്നാൽ BJPയോടൊപ്പം നിന്നുകൊണ്ട് നരേന്ദ്രമോദിക്ക് പിന്തുണ കൊടുത്തുകൊണ്ടൊരു MP ഇവിടെ ഉണ്ടായാൽ ഈ കേരളത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലം മാറിയാൽ ഉണ്ടാകാൻ പോകുന്ന നേട്ടമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനും എൻ്റെ പാർട്ടി പ്രവർത്തകരും ഞങ്ങളെല്ലാവരും BJP ചേരുകയെന്ന് തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഞാനും എൻ്റെ മകൻ ഷോൺ ജോർജും പിന്നെ പാർട്ടിയുടെ ഓഫീസ് സെക്രട്ടറി ഗൗരവട്ടി കാക്കനാടും മെമ്പർഷിപ്പ് എടുത്തു. ഇന്ന് കേരളത്തിലെ മുഴുവൻ ജനപക്ഷം പ്രവർത്തകരും ഇന്ന് BJPയോടൊപ്പം ചേരും. ഇതിന് ശേഷം കേരള ജനപക്ഷം എന്നൊരു പാർട്ടി കാണില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ പേരിൽ ആർക്കും കൂടാനും അവസരമില്ല, അവകാശം ഉണ്ടാവില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. സാധാരണ ഒരു ഘടകകക്ഷിയാകുക NDAയുടെ എന്നുള്ളതാണ് ഒരു പോസിബിലിറ്റി. അത് ലയിക്കാൻ തീരുമാനിച്ച ഏത് ഘട്ടത്തിലാണ്? ഒരു കാരണവശാൽ അത് ശരിയല്ലെന്ന് അഭിപ്രായം വന്നത്. കാരണം എന്താ വെച്ചാൽ, ഇത് ഞങ്ങൾ ഇന്നും തുടങ്ങിയല്ല. 2023 ഡിസംബർ 9 കൂടി സ്റ്റേറ്റ് കമ്മിറ്റി. ആ സ്റ്റേറ്റ് കമ്മിറ്റി വന്ന് 95% പേരും പറഞ്ഞു ഇത് ലയിക്കണമെന്ന് പറഞ്ഞു. 5% പേര് പറഞ്ഞ പോലെ ഘടകകക്ഷിയായിട്ട് പോയാൽ പോലെ. ഞാൻ അഭിപ്രായം പറഞ്ഞില്ല. നമ്മളൊരു തീരുമാനം എടുക്കാൻ ഒരു കമ്മിറ്റി വെച്ചാൽ 5 അംഗ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. ആ കമ്മിറ്റിയുടെ ചെയർമാൻ EK ഹസൻകുട്ടിയായിരുന്നു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയത് ഈ കഴിഞ്ഞ ഒരു 3 മാസത്തിനുള്ളിലായിട്ടില്ല. ആ റിപ്പോർട്ടിൽ പറഞ്ഞത് ചേരുക, ഇത് ഏറ്റവും നല്ലത് BJP ചേരുകയാണ്, അല്ലാതെ ഇനി ഘടകകക്ഷി അതിന് അർത്ഥമില്ല എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനം നമ്മൾ കേന്ദ്രത്തിന് കത്ത് കൊടുത്തു. അവരെ കഴിഞ്ഞ ജനുവരി 30 വൈകുന്നേരം ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞ് നാളെ രാവിലെ എത്താൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ 3 പേര്, ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത 3 പേരും കൂടി അവിടെ വെച്ച് മെമ്പർഷിപ്പ് എടുത്തു. അവിടെ നഡ്ഡ ഉൾപ്പെടെ നേതാക്കന്മാരായിട്ട് എല്ലാവരുമായിട്ട് സംസാരിച്ചു. ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഇപ്പം മധ്യതിരുവിതാംകൂറുകാരനാണ് ഞാനൊരു കൃഷിക്കാരനാണ്. ഞങ്ങൾ അവിടെ ചെന്നതിൻ്റെ നേട്ടം എന്താണെന്ന് റബ്ബർ കൃഷിക്കാർ മനസ്സിലായില്ലേ. റബ്ബറിൻ്റെ ആവർത്തന കൃഷിക്ക് ഒരു പൈസ കൊടുക്കില്ലായിരുന്നു. 40,000 രൂപ സബ്സിഡി കൊടുക്കാനുള്ള തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് എടുത്തു. നമ്മൾ ചേർന്നതിന് ശേഷം നമ്മുടെ ഒരു റിക്വസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ റബ്ബർ ബോർഡിൻ്റെ ഫീൽഡ് ഓഫീസർമാർ ഇല്ലാതാക്കിയിരിക്കുന്ന 60ഓളം, അത് മുഴുവൻ പോസ്റ്റ് ചെയ്യാൻ ഓർഡർ ഇട്ടു. മനസ്സിലായില്ലേ. പിന്നെ ഇടുക്കിയിലെ കർഷകരുണ്ട്, ഏലം കർഷക പ്രശ്നം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഏലവും റബ്ബറും മാത്രമല്ല, മുഴുവൻ കാപ്പി, കുരുമുളക് ഉൾപ്പെടെ എല്ലാം. അപ്പം അതിനൊന്നും പിന്നെ സാമ്പത്തിക പ്രശ്നം ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ്. എല്ലാ കർഷകരുടെയും പ്രശ്നം കാർഷിക മേഖലയെ സംബന്ധിച്ചൊരു ചെറിയ ചർച്ച നടത്താൻ പോവാണ്. അത് BJPയുടെ നേതൃത്വത്തിൽ തന്നെ ആയിരിക്കും. കേരളത്തിലെ കർഷകരെ എങ്ങനെ രക്ഷിക്കാം തീരുമാനമെടുത്ത് നടപ്പാക്കും, ഒരു സംശയം വേണ്ട. ഈ വ്യക്തിപരമായ ഉറപ്പുകളൊന്നും ഇല്ലെങ്കിലും കർഷകരുടെ പ്രശ്നങ്ങളിൽ കൃത്യമായ ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ട്. അത് നിർബന്ധമാണല്ലോ. ഡിമാൻഡ് ഒന്നുമില്ല, ഈ കർഷകരുടെ കാര്യം നോക്കണമെന്നാണ് പറഞ്ഞ്. അത് അന്നേരെ തീരുമാനമുണ്ടായി. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മന്ത്രി ഏറ്റവും അഭിമാനകരമായി തോന്നുന്ന മാന്യത എത്രമാത്രം വരുന്നത്. ഞാൻ അവിടെ ചെന്ന മുതൽ എൻ്റെ കൂട്ടത്തിൽ
മന്ത്രി രാജീവ് ചന്ദ്രശേഖർ, ഇത്രയും എളിമയുള്ള നല്ലവനായ ഒരു മനുഷ്യൻ, മലയാളിയാണ്, അദ്ദേഹം ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഈ സന്തോഷത്തിന് നമ്മുടെ മന്ത്രി മുരളീധരൻ, ഞാൻ ചെന്ന അന്നേരം മുതൽ എൻ്റെ ഇവിടുത്തെ നിന്ന് മാറിയിട്ടില്ല. അത്രമാത്രം ഒരു സഹോദരനെ പോലെ എന്നെ കണ്ടു, ഞങ്ങളുടെ ടീമിനെയും അങ്ങനെ ഞങ്ങൾ പെരുമാറുന്നത്. ഓരോ നഡ്ഡ ഉൾപ്പെടെ നേതാക്കന്മാരെ എല്ലാം കണ്ടത് ഈ രണ്ട് മന്ത്രിമാരും ഞങ്ങൾ ഒരുമിച്ച്, അല്ലാതെ ഞങ്ങളെ തന്നെ വിട്ടില്ല. അത്രയും മാന്യമായ ഒരു സമീപനമാണ് നമ്മുടെ മന്ത്രി മുരളീധരൻ്റെ ഭാഗത്തുനിന്നും മന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായത്. അത് വളരെ സന്തോഷമുണ്ട്, വളരെ സന്തോഷം. എനിക്ക് അഭിമാനബോധമുണ്ട്. BJP ചേരാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ധന്യമായ മുഹൂർത്തമായിട്ട് തന്നെ ഞാൻ കണക്കാക്കും. നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലാണ് എന്നുള്ളതും പ്രത്യേകതയാണ്. പിന്നെ ഇന്നിപ്പോൾ നരേന്ദ്രമോദി തന്നെ വന്ന് പാർട്ടി ലയിപ്പിക്കുകയല്ലേ, അതുകൊണ്ട് എന്താ ഒരു അംഗീകാരം വേണ്ട നമുക്ക്? ഇത്രയൊന്നും വേണ്ടെന്ന് എൻ്റെ അഭിപ്രായം. ഇത് കൂടുതലാണെന്നുള്ള അഭിപ്രായത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു മാന്യതയാണുള്ളത്. അദ്ദേഹം വരുന്നു, അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം വന്നത്. ഞങ്ങളുടെ ആളുകളെല്ലാം വരും. 112 പേരെ മോദിക്ക് പ്രധാനമന്ത്രി സമയം കിട്ടില്ല. പക്ഷേ നമ്മുടെ മുരളീധരൻ, നമ്മുടെ ഇവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് മുരളീധരൻ തന്നെ എല്ലാവർക്കും മാറിയിട്ട് സ്വീകരിക്കും. പിന്നെ പ്രധാനമന്ത്രിയെ കാണാനൊരു 7-8 പേരെ നിർത്തുന്നുണ്ട്. അവരെ ഈ മോദി അവരെ പരിചയപ്പെടും, സെക്കൻഡുകൾ സംസാരിക്കും. പിന്നെ മീറ്റിംഗാണ്. ആ മീറ്റിങ്ങിൽ സ്റ്റേജിൽ ഇപ്പോൾ ഞാൻ മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ. ബാക്കി ആരും അങ്ങനെ പ്രധാനമന്ത്രി സ്റ്റേ അങ്ങനെ ആരും കേട്ടുകയില്ല. ഇങ്ങനെ ആ പ്രോഗ്രാം നടക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ഇത്രയും വിജയകരമായി ഒരു പാർട്ടിയെ നയിക്കാൻ കഴിഞ്ഞല്ലോ എന്നൊരു സന്തോഷമുണ്ട്. ഇനി ഞാൻ BJPയുടെ ഒരു പ്രവർത്തകനായിരിക്കും. BJPക്ക് എന്ത് സംഭാവനയാണ് PC ജോർജ് നൽകാൻ കഴിയുക? ഞാൻ എടുക്കാൻ പോകുന്ന സംഭാവന എന്ന് വെച്ചാൽ മധ്യ തിരുവിതാംകൂറിൽ മാത്രമല്ല, കേരളത്തിൽ ആഗോള വ്യാപകമായി BJPയുടെ മാന്യത ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ഈ കടം കയറി മുടിഞ്ഞു കിടക്കുന്ന തെണ്ടിയെ കുത്തുപാളയെടുത്തിരിക്കുന്ന കേരളത്തെ രക്ഷിക്കാൻ BJPക്ക് കഴിയൂ എന്ന സത്യം, അത് നഗ്നസത്യമാണ്. ആ സത്യം കേരളത്തെ ജനങ്ങളെ ബോധിപ്പിക്കും. ഞാൻ കളവ് പറയുന്നതെന്ന് ജനത്തിനെല്ലാം അറിയാം. രാഷ്ട്രീയമായി എന്നോട് തർക്കമുള്ളവർക്ക് പോലും PC ജോർജ് പറഞ്ഞാണത് ശരിയാന്ന് പറയും. ആ സത്യം ഞങ്ങളെ ബോധ്യപ്പെടുത്തി ഈ ഇടതും വലതും ചേർന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. ഇവിടുന്ന് പാർലമെൻറ്റ് 20 എണ്ണം പോകും. എന്ത് ഗുണം കിട്ടി പറ? എന്ത് ഗുണം കിട്ടി? വെറുതെ പോയി മുഷ്ടി ആകാശത്തിലേക്ക് ഉയർത്തി മുദ്രാവാക്യം വിളിക്കുക, അതുകൊണ്ട് വഞ്ഞുകൂടി നടക്കുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് രണ്ടും പോയിട്ട് കാര്യമില്ല. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പോയിട്ട് കാര്യമില്ല. BJPയുടെ MP പോകണം. അതിനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ MP ഉണ്ടാകാനുള്ള സർവശക്തമായ പ്രവർത്തനം ഞങ്ങൾ നടത്തുകയാണ്. അടുത്ത അസംബ്ലി ഇലക്ഷനിൽ കേരളത്തിലെ നിർണായക ശക്തിയായി അസംബ്ലിയിലും BJP വരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PC ജോർജ് മത്സരിക്കുമോ? ഞാൻ മത്സരിക്കുമെന്ന് ചോദിച്ചാൽ മത്സരിക്കില്ല എന്ന് ഞാൻ പറയാം. മത്സരിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ BJPയുടെ നേതൃത്വം, വലിയ വിഭാഗം എന്നോട് സ്ഥാനാർത്ഥിയാകാൻ പറയുന്നുണ്ട്. സ്ഥാനാർത്ഥി ആകണ്ടെന്ന് ആരും പറയുന്നില്ല, ആകണമെന്ന് എല്ലാവരും പറയുന്നത്. പക്ഷേ ഞാനതേപ്പറ്റി പറഞ്ഞത്, ഞാൻ നിൽക്കണോ വേണ്ടോ എന്ന് പാർട്ടി നേതൃത്വം നിശ്ചയിച്ചു. നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുക, ഒരു നിമിഷമില്ല, നിൽക്കും. നിൽക്കേണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കുകയില്ല. അല്ലാതെ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, ഒരു ഡിമാൻഡും ഇല്ല കാര്യത്തിൽ. ഒരു സ്ഥാനം എൻ്റെത് എനിക്ക് പ്രശ്നമല്ല. അതുകൊണ്ട് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും. ഇപ്പോൾ പത്തനംതിട്ടയാണ് എല്ലാവരും പറയുന്നത്. പത്തനംതിട്ട നിന്നാൽ ജയിക്കാൻ സാധ്യതയുള്ള ആരാണ്? എന്നേക്കാൾ ജയസാധ്യതയുള്ള ഒരാളെ കണ്ടാൽ ഞാൻ പറയും അവരെ നിർത്താൻ പറയും. എന്നെ നിർത്താൻ ഞാൻ പറയില്ല. പാർട്ടിയാണ് വലുത്. അതുകൊണ്ട് ഇപ്പോഴത്തെ നിലയ്ക്ക് ഞാൻ നിൽക്കുകയാണ്, ജയിക്കാൻ സാധ്യതയെന്ന് എല്ലാവരും പറയുന്നു. അത് ശരിയൊന്നും ഒന്നും പരിശോധിക്കട്ടെ, നേതൃത്വം തീരുമാനിക്കട്ടെ. BJPയുടെ നേതൃത്വം പറയുന്നതെന്തോ അത് കേൾക്കും. ശരി. അതായത് കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് മുതൽ ജനപക്ഷം എന്ന പാർട്ടിയില്ല. ജനപക്ഷം BJPയുടെ ഭാഗമാണ്. PC ജോർജും ഷോണും അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകൾ BJPയുടെ ഭാഗമാകുന്നു. അതെ, അദ്ദേഹമുണ്ട്. ഏതായാലും അങ്ങനെ നിർണായകമായ ഒരു പ്രഖ്യാപനം നരേന്ദ്രമോദിയുടെ സ്ഥാനത്തിൽ ഉണ്ടാകുന്നു എന്നത് പ്രത്യേകതയാണ്.